ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിജിഡ് പെർമൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, റിജിഡ് പെർമൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്ലെക്സിബിൾ പെർമൻസിനെ പറ്റി പഠിച്ചായിരുന്നു. ഇനി റിജിഡ് പെർമൻസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു. റിജിഡ് പെർമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കോൺക്രീറ്റ് പെർമൻസിനെയാണ് നമ്മൾ റിജിഡ് പെർമൻസ് എന്ന് പറയുന്നത്. അത് കുറച്ച് റിജിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? ലോഡ് അത് ക്യാരി ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? സ്ലാബ് ആക്ഷൻ കാരണമായിരിക്കും. സ്ലാബ് ആക്ഷൻ, നമ്മൾ സ്ലാബ് കണ്ടിട്ടില്ലേ? കുളത്തിലൊക്കെ നമ്മൾ വെച്ച് നമ്മുടെ വീടിൻ്റെ ഒക്കെ മേളിൽ വെക്കുന്ന സ്ലാബ്, ആ സ്ലാബ് റിയാക്ട് ചെയ്യുന്ന പോലായിരിക്കും റിജിഡ് പെർമൻസ് അതിൽ കൂടെ പോകുന്ന വെഹിക്കിൾസിൻ്റെ ലോഡ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിജിഡിറ്റി ആൻഡ് ഹൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്ലാബ്. അതായത് അത് എത്ര റിജിഡ് ആണ്, അവൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇതൊക്കെ അതിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി കൺസിഡർ എ തിൻ ഇലാസ്റ്റിക് പ്ലേറ്റ് റെസ്റ്റിംഗ് ഓൺ സോയിൽ സബ്ഗ്രേഡ് അസ്യൂംഡ് ആസ് എ ഡെൻസ് ലിക്വിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ്, അതായത് ഈ റിജിഡ് പെർമൻസിൻ്റെ ഒരു ഐഡിയലൈസേഷൻ എങ്ങനെയാണ്? നമ്മളൊരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വേറൊരു ഐഡിയൽ കേസുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താ? ഒരു തിൻ ഇലാസ്റ്റിക് പ്ലേറ്റ്. ഓക്കെ, ഒരു തിൻ ഇലാസ്റ്റിക് പ്ലേറ്റ് സോയിൽ സബ്ഗ്രേഡ് റെസ്റ്റ് ചെയ്യുക. സബ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ എന്തുവാ? ഇതിനടിയിലുള്ള സബ്ഗ്രേഡ് നമ്മുടെ സോയിൽ. അപ്പോൾ ആ സബ്ഗ്രേഡിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതൊരു ഡെൻസ് ലിക്വിഡ് ആയിട്ടാണ്. ഓക്കെ, അതൊരു ഡെൻസ് ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും ആ റിജിഡ് പെർമൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ റിജിഡ് പെർമൻസിൻ്റെ കാര്യം ഏകദേശം മനസ്സിലായല്ലോ. അടുത്തത് റിജിഡ് പെർമൻസിൻ്റെ അപ്വേർഡ് റിയാക്ഷൻ, അതായത് ആ റിജിഡ് പെർമൻസിൽ നമ്മൾ ലോഡ് താഴോട്ട് വരുമ്പം തിരിച്ചുണ്ടാകുന്ന ആ അപ്വേർഡ് റിയാക്ഷൻ, ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു നമ്മുടെ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ആയിരിക്കും. അതായത് നമുക്കൊരു സ്ലാബ് ഉണ്ട്, അത് സോയിലിൽ റെസ്റ്റ് ചെയ്യാണ്. ആ സ്ലാബ് ഇത്രയും ഡിഫ്ലക്റ്റ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ ഇത്രയും ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഡിഫ്ലക്ഷന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എൻ്റെ റിയാക്ഷൻ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ റിയാക്ഷനെ പി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ഓക്കെ, എൻ്റെ റിയാക്ഷനെ പി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിഫ്ലക്ഷനെ ഡെൽറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പി ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ അതിനെ ഈക്വൽ ടു ആക്കാൻ നേരം ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കെ ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതിൽ ഈ കെ എന്ന് പറയുന്ന ടേം നല്ല ഇമ്പോർട്ടൻ്റ്. അതിനാണ് നമ്മൾ പറയുന്നത് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രഷർ അല്ലെങ്കിൽ ലോഡ് അല്ലെങ്കിൽ അപ്വേർഡ് റിയാക്ഷൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഈ പ്രഷറും ലോഡും ഒക്കെ ഈ കേസിൽ ഇക്വലൻ്റ് ആയിട്ട് യൂസ് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ആ ഡിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കെ എന്നുള്ള ടേമാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് എന്നുള്ള ടേമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് പറഞ്ഞാൽ റേഡിയസ് എന്നും കേട്ടിട്ടുണ്ട്, സ്റ്റിഫ്നെസ് എന്നും കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് എന്താ? ഓക്കെ, അത് നോക്കാം നമുക്ക്. എ റെസിസ്റ്റൻസ് ടു സ്ലാബ് ഡിഫ്ലക്ഷൻ ഈസ് ഒഫേർഡ് ബൈ സബ്ഗ്രേഡ്. അപ്പോൾ എൻ്റെ സ്ലാബ് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുക. എൻ്റെ സ്ലാബ് ഡിഫ്ലക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ അതിന് റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ആരാണ്? എൻ്റെ സബ്ഗ്രേഡാണ്. എൻ്റെ റിജിഡ് പെർമൻറ്റ് ഇരിക്കുന്ന സബ്ഗ്രേഡാണ് ആ സ്ലാബിൻ്റെ ഡിഫ്ലക്ഷനെ ഒപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്ഗ്രേഡിന് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ എന്ന് പറയുന്നത് സ്ലാബ് ഡിഫ്ലക്ഷൻ ഇക്വലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും അല്ലേ? ഇത്രയും സ്ലാബ് ഡിഫ്ലക്റ്റ് ചെയ്താൽ അത്രയും തന്നെ അല്ലേ നമ്മുടെ സബ്ഗ്രേഡ് ഡിഫോം ചെയ്യുക? മണ്ണ് അത്രയും തന്നെയല്ലേ ഇങ്ങനെ എന്ത് മാറുക? ഡിഫോം ആവുക. ഓക്കെ, അപ്പം സ്ലാബ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് സബ്ഗ്രേഡ് പ്രഷറാണ്. അപ്പോൾ ആ സ്ലാബ് ഡിഫ്ലക്ഷൻ എത്രയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ സബ്ഗ്രേഡിൽ ഉണ്ടാകുന്ന പ്രഷർ. ഓക്കെ, ഇനി ദ പ്രഷർ ഡിഫോർമേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിജിഡ് പേവ്മെൻറ്റ് ലെഡ് വെസ്റ്റർഗാർഡ് ഡിഫൈൻ എ ടേം കോൾഡ് റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഈ പ്രഷർ കാരണം ഡിഫോർമേഷൻ ഉണ്ടാകുന്നു, ഇങ്ങനെ ഈ റിജിഡ് പേവ്മെൻറ്റിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് കാരണം വെസ്റ്റർഗാർഡ് എന്നുള്ളൊരു സയൻറ്റിസ്റ്റ് എന്ത് ഡിഫൈൻ ചെയ്തു? ഒരു ടേം ഡിഫൈൻ ചെയ്തു. ആ ടേമാണ് എന്ത്? റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് എൽ. എൽ എന്ന് പറയുമ്പോൾ എൽ എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ്? റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് എൽ. അതിൻ്റെ പ്രഷർ ഡിഫോർമേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വെസ്റ്റർഗാർഡ് കൊണ്ടുവന്നൊരു ടേമാണ് എന്ത്? റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് എൽ എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി ഈ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് എല്ലിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് IASന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തെ ഫാക്ടേഴ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാൻ വരാൻ ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാണ്? ഈ ഇക്വേഷൻ നോക്കിയേ, L ഈക്വൽ ടു റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഈക്വൽ ടു EH³ ഡിവൈഡഡ് ബൈ 12K ഇൻറ്റു 1 മൈനസ് ന്യൂ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/4 എന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ദ ഹോൾ റേസ് ടു 1/4 ഉള്ളത് കൊണ്ട് തന്നെ എച്ചിൻ്റെ ക്യൂബ് എടുക്കേണ്ടത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഇക്വേഷന് നമുക്ക് എന്താ ഒരു PSC പോലെ ഒരു എക്സാമിന് ഇരുന്ന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ്സിൽ വരുന്ന ടേംസ് ഒക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ആയിരിക്കും മിക്കവാറും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, L ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, അപ്പോൾ ഈ എന്താ ഈൻ്റെ പവർ 1/4 ആണ്, അല്ലെ ആ പവർ ചോദിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ L ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു H⁻Hന് എങ്ങനെയാണ്, H⁻3/4 ആണ്. K ആണെങ്കിലോ 1/K റൈസ് ടു 1/4 ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന ടേംസ്, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എന്താ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. എൻ്റെ കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. L എന്ന് പറയുന്നതാണ് നമ്മുടെ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ഇനി അടുത്ത് വരുന്ന ടേമാണ് മ്യൂ. മ്യൂ എന്ന് പറയുന്നത് എന്താ, നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്നാണ് പറയുന്നത്. പോയ്സൺസ് റേഷ്യോ നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ പഠിച്ചില്ലേ, അതേ പോയ്സൺസ് റേഷ്യോ. കോൺക്രീറ്റിൻ്റെ പോയ്സൺസ് റേഷ്യോ എത്ര, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ക്വസ്റ്റ്യനിൽ തരത്തില്ല, നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ. അപ്പോൾ കോൺക്രീറ്റിൻ്റെ പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.15 ആണ്. അത് പഠിച്ചിരിക്കണം. അടുത്തത് H എന്താണ്, നമ്മുടെ സ്ലാബിൻ്റെ തിക്നെസ്സിനെയാണ് നമ്മൾ H എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ K എന്നൊരു കാര്യം കണ്ടോ, നമ്മുടെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് K എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇക്വേഷനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്രിട്ടിക്കൽ ലോഡ് പൊസിഷൻ. ക്രിട്ടിക്കൽ ലോഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ലോഡ് എവിടെയൊക്കെ വരുമ്പോഴാണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുന്നത്, അല്ലെങ്കിൽ ഡാമേജ് വരുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുന്നത്, ആ പൊസിഷൻസിനെയാണ് ക്രിട്ടിക്കൽ ലോഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ചിലപ്പോൾ ലോഡ് ഇരിക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഈ കോർണറിൽ ഒരു വലിയ ലോഡ് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നിന്ന് ചിലപ്പം ഈ ക്രാക്കോ എന്തെങ്കിലും റാപ്പിങ്ങോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മെയിൻലി ക്രിട്ടിക്കൽ ലോഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ, എഡ്ജ് ആൻഡ് കോർണർ. ഓക്കെ, അപ്പം ഇൻറ്റീരിയർ, എഡ്ജ്, കോർണർ, ഇതൊക്കെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ ലോഡ് പൊസിഷൻ. ഇനി കോർണർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, ഇതായിരിക്കും ഇപ്പോൾ ഒരു ലോഡിൻ്റെ കോർണറാണ്, ഇതായിരിക്കും കോർണർ. അപ്പോൾ കോർണർ എന്ന് പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലോഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബൈസെക്ടർ ഓഫ് കോർണർ ആംഗിൾ. അപ്പോൾ എനിക്ക് കോർണർ ആംഗിൾ ഉണ്ടായിരിക്കും, ആംഗിളിൻ്റെ ബൈസെക്ടറിലായിരിക്കും ലോഡ് ഇരിക്കുന്നതെന്നാണ് കോർണർ എന്ന് പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ, എഡ്ജ്, കോർണർ. ഓക്കെ, കോർണറിൻ്റെ ബൈസെക്ടറിൽ, കോർണർ ആംഗിളിൻ്റെ ബൈസെക്ടറിലായിരിക്കും ലോഡ് ഇരിക്കുന്നതെന്നായിരിക്കും നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ്, നമ്മളിപ്പം 3-4 ടേം പഠിച്ചു. റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് പഠിച്ചു, മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ പഠിച്ചു. അതുപോലെ വരുന്ന വേറൊരു ടേമാണ്. ഈ 3 ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പോൾ അത് ഏകദേശം മനസ്സിലാക്കി പഠിക്കുക. ആദ്യത്തെ എന്തായിരുന്നു, മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ P = K ഡെൽറ്റ. അടുത്തെന്താ, റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ്. അതെന്താ, EH³/12K ഇൻറ്റു 1 മൈനസ് ന്യൂ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/4. അപ്പോൾ അങ്ങനെ ആ ഇക്വേഷൻസ് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക, എന്താണെന്നൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്താണ് ഇക്വിലൻ്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ. ഇതെന്താ, ഇതൊരു റേഡിയസ് അല്ലേ, അതായത് എത്ര ഏരിയ ഈ വരുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇക്വിലൻ്റ് റേഡിയസ്. ഓക്കെ, വെൻ ഇൻറ്റീരിയർ പോയിന്റ് ഈസ് ലോഡഡ് only a small area of pavement resisting the bending moment of the plate. അപ്പം എൻ്റെ ഒരു ഇൻറ്റീരിയർ പോർഷൻ ആണ് ലോഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റീരിയർ പോർഷൻ ലോഡ് ചെയ്യുമ്പം ഇത്രയും ഏരിയ എന്ത് ചെയ്യും, ആ ഒരു ബെൻഡിങ്ങിനെ, അല്ലെങ്കിൽ ആ ഒരു ബെൻഡിങ്ങിനെ, ആ പ്ലേറ്റ് ബെൻഡ് ചെയ്യുന്നതിന് ഒരു സർക്കുലർ ഏരിയ റെസിസ്റ്റ് ചെയ്യും. അപ്പം വെസ്റ്റർഗാർഡ് ഒരു റിലേഷൻ തന്നു, എന്തിനു വേണ്ടിയിട്ട്, ഈ ഇക്വലൻ്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ, ഈ ഒരു ഇക്വലൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ തന്നു. ആ റേഡിയസിനെ B എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം B എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ എന്താ, 1.6 A² + H². അത് അണ്ടർ സ്ക്വയർ റൂട്ടിൽ കൊടുക്കണം. 1.6 A² + H² മൈനസ് 0.675 H എന്ന്. ഓക്കെ, ഇതൊരു കേസ് എപ്പോഴാണ്, ഇഫ് A ലെസ് ദാൻ 1.724 H അല്ലെങ്കിൽ ഈക്വൽ ടു, അതായത് ഈ റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ ഈക്വൽ ടു A അതർവൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ A എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് വീൽ ലോഡാണ്.
ഓക്കെ, റേഡിയസ് ഓഫ് വി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് എക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഇത്, സ്ക്വയർ റൂട്ട് ഓഫ് പി ഡിവൈഡഡ് ബൈ ക്യൂ പൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പി എന്ന് പറയുന്നത് എന്താ, നമുക്ക് വരുന്ന അപ്വേർഡ് പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ ലോഡാണ് പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്, കോണ്ടാക്ട് പ്രഷറാണ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് എന്താണ്, കോണ്ടാക്ട് പ്രഷറാണ്. ഓക്കെ, അപ്പം പി ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു പൈ അണ്ടർ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എയുടെ വാല്യൂ നോക്കുക, എന്തുമായിട്ട് കമ്പയർ ചെയ്യുക, 1.724 എച്ചുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ 1.724 എച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് എയുടെ വാല്യൂ ലെസ് ദാൻ 1.724 എച്ച്. എച്ച് എന്താ, തിക്നെസ് ഓഫ് സ്ലാബ്. അപ്പോൾ അതിനെക്കാട്ടിലും കുറവാണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് 1.6 എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 0.675 എച്ച് എന്ന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബി എന്ന് പറയുന്നതിന് എ ആയിട്ട് തന്നെ എടുക്കുക, അതായത് പി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂ പൈ എന്നുള്ള വാല്യൂ ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇക്വലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷനെ പറ്റിയിട്ട് വരുന്നത്. അതിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് വി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എ, അതിൻ്റെ ഇക്വേഷൻ, ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അടുത്തത് ഒരു പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് ദ ഇക്വലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ ഓഫ് 15 സെൻറ്റിമീറ്റർ സ്ലാബ് എന്നാണ്. 15 സെൻറ്റിമീറ്റർ സ്ലാബ് ഇഫ് ദ റേഡിയസ് ഓഫ് വി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ടു തിക്നെസ് ഓഫ് സ്ലാബ് ഈസ് 0.5. ഓക്കെ, അപ്പോൾ നോക്കിയേ, കമ്പ്യൂട്ട് ദ ഇക്വലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ ഓഫ് 15 സെൻറ്റിമീറ്റർ സ്ലാബ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ, എച്ച് അതിൻ്റെ തിക്നെസ് അത് നിൽക്കുന്നത് അല്ലേ, 15 സെൻറ്റിമീറ്ററിന് എഴുതാൻ സാധിക്കും. ഇഫ് ദ റേഡിയസ് ഓഫ് വി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ടു തിക്നെസ് ഓഫ് സ്ലാബ് ഈസ്, അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താ, റേഡിയസ് ഓഫ് വി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ അതെന്തായിരുന്നു, എ ഡിവൈഡഡ് ബൈ തിക്നെസ് ഓഫ് സ്ലാബ് ഒരു വാല്യൂ തന്നിട്ടുണ്ട് 0.5. അപ്പോൾ എയുടെ വാല്യൂ എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടും, നേരത്തെ ഇക്വേഷൻ കൊടുക്കണ്ട. അപ്പോൾ എന്ത് കിട്ടി, 0.5 ടൈംസ് എച്ച് എന്ന് കിട്ടി. അപ്പോൾ 0.5 ടൈംസ് എച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതെന്താ 0.5 ടൈംസ് 15 അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 15 75. അപ്പോൾ 7.5 സെൻറ്റിമീറ്ററിന് എയുടെ വാല്യൂ കിട്ടി. ഓക്കെ, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുക, എൻ്റെ എയുടെ വാല്യൂ ലെസ് ദാൻ 1.724 ഇൻറ്റു എച്ച് ആണോ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, എയുടെ വാല്യൂ 1.724 ഇൻറ്റു എച്ച് തിക്നെസ് 15ലേക്കാട്ടിലും എന്താണ്, കുറവാണ് അല്ലേ. 1.7 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്ര വരും, 15നെക്കാട്ടിലും കുറച്ച് കൂടിയൊരു വാല്യൂ അല്ലേ വരുന്നത്, ഇത് 7.5 അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എൻ്റെ ഇക്വേഷൻ ഏതാ, ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സ്ക്വയർ റൂട്ട് ഓഫ് 1.6 എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 0.675 എച്ച്, ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം എനിക്ക് എന്തുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 1.6 എയുടെ വാല്യൂ 7.5 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ 15 സ്ക്വയർ മൈനസ് 0.675 ഇൻറ്റു എച്ച് എന്ന് പറയുന്ന 15. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം എനിക്കൊരു എന്ത് കിട്ടും, എൻ്റെ എന്താ ഇക്വലൻ്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ ബി കിട്ടും. അത് കമ്പ്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ 7.62 സെൻറ്റിമീറ്റേഴ്സാണ് വരുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം വരാൻ ചാൻസ് കുറവാണ്, എന്ന് വെച്ചാൽ അണ്ടർ സ്ക്വയർ റൂട്ടൊക്കെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. പിന്നെ എക്സാം ടഫാക്കാൻ ആരും ചോദിക്കാത്ത ചോദ്യങ്ങളല്ലേ, ആരും ചെയ്യാത്ത ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ചെയ്ത് നോക്കാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ റൂട്ടൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മാക്സിമം സ്ട്രെസ് ലൊക്കേഷൻ ഫോർ കോർണർ ലോഡ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കോർണറി ലോഡ് വരുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ കോർണറി ലോഡ് വരുമ്പം എവിടെ ആയിരിക്കും എന്ത് മാക്സിമം സ്ട്രെസ് വരിക. ഓക്കെ, അതിനാണ് മാക്സിമം സ്ട്രെസ് ലൊക്കേഷൻ ഫോർ കോർണർ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് അറൗണ്ട് ദ ലോഡ് ബട്ട് എ ഡിസ്റ്റൻസ് എക്സ് അലോങ് ദ കോർണർ ബൈസെക്ടർ ഗിവൺ ബൈ. അപ്പോൾ എനിക്കൊരു കോർണർ ഉണ്ട്, ആ കോർണറിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കത്തില്ല, പക്ഷേ എവിടെ നിന്നായിരിക്കും, എനിക്കൊരു കോർണർ ബൈസെക്ടർ ഉണ്ട്. ആ കോർണർ ബൈസെക്ടറിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും എവിടെ എൻ്റെ എന്ത് വരിക, മാക്സിമം സ്ട്രെസ് വരിക. അപ്പോൾ ആ എക്സ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും, അതിൻ്റെ ഇക്വേഷനാണ് 2.58 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ എൽ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, 2.58 എ നമുക്കറിയാം, എ എന്താണെന്നാ പറഞ്ഞേ, എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് വി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി എൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് വി ലോഡ്, എ എന്ന് പറയുമ്പം റേഡിയസ് ഓഫ് വീൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. റേഡിയസ് ഓഫ് വീൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞു, സ്ക്വയർ റൂട്ട് ഓഫ് പി ഡിവൈഡഡ് ബൈ ക്യൂ പൈ എന്ന് പറഞ്ഞില്ലേ. ഇനി അടുത്തത് എൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ഓക്കെ, റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എച്ച് ക്യൂ ബൈ 12k ഇൻറ്റു 1 മൈനസ് ന്യൂ സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ അത്.
ഓക്കെ, അപ്പോൾ മാക്സിമം സ്ട്രെസ് ലൊക്കേഷൻ ഫോർ കോർണർ ലോഡ്സ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ 2.58 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് AL ഡിസ്റ്റൻസ് ഈ കോർണർ ബൈസെക്ടറിൽ നിന്ന് മാറിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വെസ്റ്റർഗാർഡ് ഇക്വേഷൻ ഫോർ വീൽ ലോഡ്സ്. 1926 വെസ്റ്റർഗാർഡ് എന്ത് കണ്ടുപിടിച്ചത്? കുറേ ഇക്വേഷൻസ് ഫോമുലേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഓരോ ലോഡിങ്ങിൽ വരുമ്പോഴത്തേനും നമുക്ക് വരുന്ന ആ സ്ട്രെസ്സുകൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ലാബിൽ ഒരു ഇൻറ്റീരിയർ ലോഡിംഗ് ആണ്. ഈ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇത് ഗേറ്റ് പോലുള്ള എക്സാംസിന് ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ചോദിക്കാം, ഏകദേശം ഒന്ന് കണ്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെ ഫുള്ള് കാണാൻ പഠിക്കേണ്ട. ഏത് വാല്യൂ ആണ്, 0.316 ആണോ 0.57 ആണോ, അങ്ങനെ ഒന്ന് ജസ്റ്റ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മതി. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഏതാന്ന് വേണേൽ ചോദിക്കാം, അല്ലാതെ പ്രോബ്ലം വരത്തില്ല. ഓക്കെ, അപ്പം ഇൻറ്റീരിയർ ലോഡിംഗ് ആണെങ്കിൽ, അതായത് എൻ്റെ സ്ലാബിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ ആണ് ലോഡ് ചെയ്തേക്കുന്നത്, ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ പോർഷനാണ് ലോഡ് ചെയ്തേക്കെങ്കിൽ സിഗ്മ ഐ എന്ന് പറയുന്നത്, അതായത് ഐ എന്ന് വെച്ചാൽ ഇൻറ്റീരിയറിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 0.316 P/h², 4 log it and L by B 1.069. അപ്പോൾ നോക്കിയേ, ഒരു 0.316 വരുന്നുണ്ട്, 1.069 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ 0.316 1.069 വരുന്നത് എന്തിൻ്റെ ആയിരിക്കും? ഇൻറ്റീരിയർ ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഈ സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ടെൻസൈൽ സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലാബ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എഡ്ജ് ലോഡിങ് വരുവാണെങ്കിൽ, അപ്പോൾ എൻ്റെ സ്ലാബ് ഉണ്ട്, എനിക്ക് ഈ സ്ലാബിൻ്റെ എഡ്ജിലാണ് എൻ്റെ ലോഡ് വരുന്നത്. എഡ്ജിലാണ് വരുന്നതെങ്കിൽ ഈ വാല്യൂ എത്രയായി? 0.572 P/h² ആയി. അതായത് 0.316 കുറച്ചുകൂടെ കൂടി 0.572 P/h² ആയി. 4 log it and L by B അതുപോലെ തന്നെ വന്നു, പ്ലസ് 0.359 വന്നു. ഓക്കെ, ഇവിടെ നേരത്തെ 1.06 ആയിരുന്നു, 0.57ഉം 0.359 ആണ് ഇക്വേഷനകത്ത് വരുന്നതെങ്കിൽ അത് എന്തിൻ്റെയാണ്? എഡ്ജ് ലോഡിങ്ങിൻ്റെ സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പം ടെൻസൈൽ സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലാബ് എന്ന് പറയുന്നത് 0.572 P/h², 4 log it and L by B 0.359. ഇനി അടുത്തൊരു ഇക്വേഷൻ ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ രണ്ട് ഇക്വേഷനും കോർണറിൻ്റെ എഡ്ജിൻ്റെ ഓർക്കാമല്ലോ, 0.316ഉം 1.069ഉം, എഡ്ജിൻ്റെ 0.572 Pയും 0.359ഉം. ഓക്കെ, ഇനി കോർണർ ലോഡിങ്ങിൻ്റെ ഇക്വേഷനാണ് കുറച്ചുകൂടെ എളുപ്പം. കോർണർ ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ നോക്കിയേ, സിഗ്മ സി എന്ന് പറഞ്ഞാൽ കോർണറിലുള്ള ലോഡ്. അപ്പം ഈ കോർണറിൽ ടെൻസൈൽ സ്ട്രെസ് അറ്റ് സ്ലാബ് ടോപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ എഡ്ജ് ലോഡിങ്ങും ഇൻറ്റീരിയർ ലോഡിങ്ങും വരുമ്പോഴത്തേനും, എഡ്ജിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും ലോഡ് വന്നാൽ ഇങ്ങനെ സ്ലാബ് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോഴത്തേനും എവിടെ വരുന്നത്? ബോട്ടം ഓഫ് ദ സ്ലാബ് ആയിരിക്കും ടെൻസൈൽ വരിക. ഓക്കെ, ഇനി എൻ്റെ കോർണർ ലോഡ് ചെയ്ത ഒരു ക്യാൻലിവർ പോലും ഇവൻ ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് വരിക? ടോപ്പിലായിരിക്കും ടെൻസൈൽ സ്ട്രെസ് വരിക. ഓക്കെ, അപ്പോൾ ആ ടെൻസൈൽ സ്ട്രെസ് അറ്റ് ടോപ്പ് എന്ന് പറയുന്നത് 3 P/h², 1 - A√2/L ദ ഹോൾ റേസ് ടു 0.6, ഒരു പോയിൻ്റേ ഉള്ളേ, ഞാൻ ഇട്ടപ്പോൾ 2 ആയിപ്പോയതാ. ഓക്കെ, അപ്പം 0.6 എന്നായിരിക്കും ഇക്വേഷൻ. ഓക്കെ, അപ്പം കോർണർ ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ലേ? ഇതുപോലെ പോയിന്റ് ഒന്നുമില്ല, 3 P/h², പിന്നെ ഈ ലോഗിൻ്റെ വാല്യൂ ഒന്നുമില്ല, 1 - A√2/L ദ ഹോൾ റേസ് ടു 0.6. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എച്ച് നേരത്തെ എന്താണെന്ന് പറഞ്ഞു, എൽ പറഞ്ഞു, ബി പറഞ്ഞു, എ പറഞ്ഞു, എല്ലാ ടേംസും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ടേംസ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് IRC റെക്കമെൻഡേഷൻ എഡ്ജ് ആൻഡ് കോർണർ ലോഡ്. അപ്പം വെസ്റ്റർഗാർഡ് ഈ ഇക്വേഷനൊക്കെ കൊണ്ടുവന്നു, പക്ഷേ IRCയുടെ ഇക്വേഷൻ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പം വെസ്റ്റർഗാർഡിൻ്റെ ഇക്വേഷൻ ആണോ IRCയുടെ ഇക്വേഷൻ ആണോ ക്വസ്റ്റിന് ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണം. ഇനി IRCയുടെ ഇക്വേഷൻ, IRC റെക്കമെൻഡേഷൻ എഡ്ജ് ആൻഡ് കോർണർ ലോഡിങ്ങിന്, എഡ്ജ് ലോഡിംഗ് ആണ് വെസ്റ്റർഗാർഡിൻ്റെ ഫോമിൽ മോഡിഫൈ ചെയ്തു. ആര്? LW ടെല്ലർ ആൻഡ് EC സദർലാൻഡ് 1936 മോഡിഫൈ ചെയ്തു. ആ മോഡിഫൈ ചെയ്ത ഇക്വേഷനാണ് IRCയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എഡ്ജ് ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ നോക്കിയേ, 0.529 P/h², 1 + 0.54 ന്യൂ. നമ്മൾ നേരത്തെ ഇക്വേഷൻ നന്നായിട്ട് മാറി അല്ലേ? ഈ 4 log it and L by B യുടെ ഒരു ടൈമും വന്നു, log B/10 എന്ന്. ആ 1 പോയിന്റ് ഒക്കെ മാറിയിട്ട് 0.4048 എന്ന് വന്നു. ഓക്കെ, അപ്പം എഡ്ജ് ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ. കോർണർ ലോഡിങ്ങിൻ്റെ ഇക്വേഷനകത്ത് എന്തേ വ്യത്യാസം വന്നുള്ളൂ? ഈ പവർ മാത്രമേ വന്നുള്ളൂ. 3 P/h², 1 - A√2/L 0.6 ആയിരുന്നു, അത് 1.2 എന്നായി. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ടെമ്പറേച്ചർ സ്ട്രെസ് സ്ട്രെയിനൊക്കെ MOSലൊക്കെ പഠിച്ചിട്ടില്ലേ? ടെമ്പറേച്ചർ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ടെമ്പറേച്ചർ സ്ട്രെസ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു വേരിയേഷൻ ഇൻ സ്ലാബ് ടെമ്പറേച്ചർ കാരണം അല്ലേ? ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ വേരിയേഷൻ ഉണ്ടാകാം? ഇപ്പം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ല തണുപ്പല്ലേ, വെളിയിലൊക്കെ രാത്രിയിൽ ഇറങ്ങിപ്പോയ തണുപ്പല്ലേ, പകലാണെങ്കിലോ ചൂടായിരിക്കും. അതുപോലെ ഡെയിലി വേരിയേഷൻ കാരണം, ഓക്കെ,
അപ്പോൾ ഒരു ഡെയിലി വേരിയേഷൻ കാരണം ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാകും. എവിടെ? തിക്നെസ്സിൽ. അങ്ങനെ ആ ടെമ്പറേച്ചർ വേരിയേഷൻ എന്തുണ്ടാക്കും? വാർപ്പിംഗ് ഉണ്ടാക്കും. നമ്മൾ വാർപ്പിംഗ് ഒക്കെ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ബോ ഫെയിലിയർ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ വാർപ്പിംഗ് ഉണ്ടാക്കും. അതായത് ചെറിയൊരു വളവും തിരിവും പോലൊക്കെ ഇങ്ങനെയൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കും. അതായത് ഒരു എന്താ ഒരു നമ്മൾ ചളങ്ങിയിരിക്കുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു വാർപ്പിംഗ് ഉണ്ടാക്കും ഡെയിലി വേരിയേഷൻ. ഓക്കെ, വാർപ്പിങ്ങിന് കാരണമാകും. ഇനി അടുത്താണ് സീസണൽ വേരിയേഷൻ. സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ സ്ലാബ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത്. ഡെയിലി വേരിയേഷൻ കാരണം ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ രാത്രി ആവുകയാണെങ്കിൽ എന്തായിരിക്കും? ടോപ്പ് പെട്ടെന്ന് കൂൾ ചെയ്യും, ബോട്ടം കൂൾ ചെയ്യത്തില്ല, ബോട്ടം ആ ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇനിയും പകലാണെങ്കിലോ ടോപ്പിൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും, ബോട്ടം അത്രയും ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർ ഡെയിലി വേരിയേഷൻ ഉണ്ടാകുക. സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ ചേഞ്ച് ഓഫ് സ്ലാബ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്. നമ്മുടെ സ്ലാബിൻ്റെ ഫുൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആദ്യം ഇപ്പോൾ എൻ്റെ ഒരു ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എൻ്റെ സ്ലാബ് അറൗണ്ട് ആ ഒരു ടെമ്പറേച്ചറിൽ വരും. മനസ്സിലായോ? അപ്പോൾ ഈ എന്ത് ചെയ്യും? പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള സമയത്ത് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് പോയാൽ എന്ത് ചെയ്യും? സ്ലാബ് അത്രയും ടെമ്പറേച്ചറിലോട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും? ഇവന് എക്സ്പാൻഷനും ഉണ്ടാകും, അതുപോലെ തന്നെ ഇവന് കൺട്രാക്ഷനും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു എന്താ ഇപ്പോൾ ഡെയിലി വേരിയേഷൻ വാർപ്പിംഗ് ഉണ്ടാക്കുന്നത് പോലെ സീസണൽ വേരിയേഷൻ എന്താണ് ഉണ്ടാക്കുന്നത്? ഫ്രിക്ഷണൽ സ്ട്രെസ്സസ് ഉണ്ടാക്കുന്നത്. എന്താ? ഇവൻ ഈ ബേസിന് അബൌട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, എക്സ്പാൻഷനും കൺട്രാക്ഷനും കാരണം. അപ്പം ഈ സീസണൽ വേരിയേഷൻ ഫ്രിക്ഷണൽ സ്ട്രെസ് ഉണ്ടാക്കും, ഡെയിലി വേരിയേഷൻ എന്തിന് കാരണമാക്കും? വാർപ്പിങ്ങിന് കാരണമാക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. എന്താ? സീസണൽ വേരിയേഷൻ ഡെയിലി വേരിയേഷൻ കാരണം എന്താണ് ഉണ്ടാകുന്നത്? വാർപ്പിംഗ് വരാം. സീസണൽ വേരിയേഷൻ വിച്ച് കോസസ് ഫ്രിക്ഷൻ ഇൻ ദ സ്ലാബ്. ഓക്കെ, ഫ്രിക്ഷണൽ സ്ട്രെസ്സസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് വാർപ്പിംഗ് ഉണ്ടാകും, വാർപ്പിംഗ് സ്ട്രെസ് ഉണ്ടാകും ഡെയിലി വേരിയേഷൻ കാരണം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്തിയ ആളാണ് ബ്രാഡ്ബറി 1938. അപ്പം വാർപ്പിംഗ് സ്ട്രെസ് ഇൻറ്റീരിയറിൽ കാണാനുള്ള ഇക്വേഷന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ബ്രാഡ്ബറി എന്നുള്ള സയൻറ്റിസ്റ്റ് വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് ഇൻറ്റീരിയർ, ഓക്കെ, അതായത് ഇൻറ്റീരിയർ പോർഷനിൽ അനുഭവപ്പെടുന്ന വാർപ്പിംഗ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ എലോങ് ലെങ്തിൽ, ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ. ഓക്കെ, അപ്പം ഇതിൽ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, സിഗ്മ വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇ ആൽഫ T/2 ഇൻറ്റു CX പ്ലസ് ന്യൂ CY ഡിവൈഡഡ് ബൈ 1 മൈനസ് ന്യൂ സ്ക്വയറിന് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്, അത് പെർ ഡിഗ്രി സെൽഷ്യസിലാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബിൻ്റെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഏരിയയിൽ നിന്ന് വരും. ഈ ടെമ്പറേച്ചർ ഏതാണ്? സീസണൽ വേരിയേഷൻ ആണോ, അതോ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി ഇതിൽ വരുന്ന CXും CYയും കോഎഫിഷ്യൻസ് ആണ്. അത് ബേസ്ഡ് ഓൺ LX/L LY/L എന്നീ രണ്ട് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ LX/L ഇൻ ദിസ് ഡയറക്ഷൻ. ഇപ്പം ഞങ്ങൾ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ LX/L ആയിരിക്കും CX. CY എന്ന് പറയുമ്പോൾ അതിന് റൈറ്റ് ആംഗിളിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എടുക്കണമെങ്കിൽ ഈ ഡയറക്ഷനിൽ വരുന്നതായിരിക്കും LX/L, അതിന് റൈറ്റ് ആംഗിൾ വരുന്നത് LY/L ആയിരിക്കും. അങ്ങനെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാർപ്പിംഗ് സ്ട്രെസ് രണ്ട് ഡയറക്ഷനിലും കിട്ടും. ഓക്കെ, LX LY എന്താണ്? ഷോർട്ട് ആൻഡ് ലോങ് ഡയമെൻഷൻ. നമ്മുടെ സ്ലാബിൻ്റെ ലെങ്തും വിഡ്ത്തുമാണ് LX LY എന്ന് നമ്മൾ പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വാർപ്പിംഗ് സ്ട്രെസ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഇൻറ്റീരിയറിലെ വാർപ്പിംഗ് സ്ട്രെസ്സാണ് പറഞ്ഞല്ലേ. ഇനി നമ്മൾ എഡ്ജിൽ, അതായത് സ്ലാബിൻ്റെ എഡ്ജ് പോർഷനിൽ വരുന്ന വാർപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എത്ര വരും? സിഗ്മ വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് എഡ്ജ് CX ഇൻറ്റു ഇ ആൽഫ T/2 അല്ലെങ്കിൽ CY ഇൻറ്റു ഇ ആൽഫ T/2. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനകത്തുനിന്ന് ഹയർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും എന്തായിട്ട് വരിക? വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് എഡ്ജ് ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തത് വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് കോർണറിലെ കണ്ടോ, ഇ ആൽഫ T ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് ന്യൂ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് A/L. ടേംസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എയും എല്ലും ഒക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഇ ആൽഫ T/3 ഇൻറ്റു 1 മൈനസ് ന്യൂ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് A/L എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷണൽ സ്ട്രെസ്സുകളെ പറ്റിയിട്ടാണ്. ഫ്രിക്ഷണൽ സ്ട്രെസ് എപ്പോഴുണ്ടാവുമെന്നാണ് നമ്മൾ പറഞ്ഞത്? യൂണിഫോം ആയിട്ട് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുക, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് ടെമ്പറേച്ചർ ഫോൾ ഉണ്ടാകുക, സീസണൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ സ്ലാബ് കോണ്ടാക്ട് ചെയ്ത്, അതായത് എൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എവിടെയായിട്ടാണ്? സോയിലുമായിട്ടാണ് അല്ലേ. അപ്പം ഈ ഒരു ഫ്രിക്ഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഈ സ്ലാബിൻ്റെ ബോട്ടം ഫൈബറിലായിരിക്കും എന്തുണ്ടാകുക? ഫ്രിക്ഷണൽ സ്ട്രെസ് ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ ആ ഫ്രിക്ഷണൽ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ഇൻ സിമെന്റ് കോൺക്രീറ്റ് പെർമനന്റ് ഡ്യൂ ടു മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് കാരണം ഇവനുണ്ടാകുന്ന ഫോഴ്സിനെ നമ്മുടെ സബ്ഗ്രേഡിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്ഗ്രേഡിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഫ്രിക്ഷണൽ സ്ട്രെസ് ഉണ്ടായിരിക്കും, ബേസ് ബി, ഹൈറ്റ് എച്ച്. ഓക്കെ, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതെന്ന് പറയുന്നത് എന്താ? കോൺക്രീറ്റ് പേയ്മെൻറ്റ് മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എന്തായിരിക്കും? ഗാമ സി. അതിൻ്റെ കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ബ്രെഡ്ത്ത് ഇൻറ്റു L/2 ഇൻറ്റു ഹൈറ്റ് എച്ച് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. വോളിയം ഗാമ സി kg/m³, അതുകൊണ്ട് L/2 ലെങ്തിൻ്റെ വോളിയവുമായിട്ട് ഇക്വേറ്റ് ചെയ്തു ഇൻറ്റു എഫ്, ഒരു ഫ്രിക്ഷൻ ഫാക്ടറോടെ നമ്മൾ അതിനകത്ത്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനോടെ നമ്മൾ അതിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ സോൾവ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? സിഗ്മ എഫ്, ഫ്രിക്ഷണൽ സ്ട്രെസ് ആണ് വേണ്ടത്. ഹൈറ്റും അല്ലെങ്കിൽ തിക്നെസ് ക്യാൻസലായി, അവൻ്റെ ബ്രെഡ്ത്ത് ക്യാൻസലായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? സിഗ്മ എഫ് എന്ന് പറയുന്നത് ഗാമ സി, അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്, അതായത് എത്രയാണ്? 2400 kg/m³ ഇൻറ്റു എന്ത്? എൻ്റെ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ്, അല്ലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, IRC പറയുന്ന ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ പഠിച്ചല്ലേ, 1.5 സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, അത് ഇൻറ്റു ലെങ്ത് L/2. ഇതാണ് എന്ത്? എൻ്റെ ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ എളുപ്പമല്ലേ? ഗാമ സി ഇൻറ്റു എഫ് ഇൻറ്റു L/2 എന്നിട്ടാൽ മതി. ഗാമ സി കോൺക്രീറ്റിൻ്റെത്, പിന്നെ എഫ് എന്ന് പറയുന്ന ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഇൻറ്റു നമ്മുടെ സ്ലാബിൻ്റെ ലെങ്ത് ബൈ 2. അപ്പോൾ ഈ ഇക്വേഷൻ എളുപ്പമാണ്. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഈ ഏരിയയിൽ നിന്ന്. അടുത്തത് അടുത്തത് നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ സ്ട്രെസ് കോമ്പിനേഷനെ പറ്റിയിട്ട്. അതായത് ഒരു ക്രിട്ടിക്കലായിട്ട് എവിടെയൊക്കെയാണ് സ്ട്രെസ്സുകൾ വരിക, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്ട്രെസ് കോമ്പിനേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോ സമ്മർ അല്ലെങ്കിൽ വിൻ്റർ ഒക്കെ വരുമ്പം എങ്ങനെയാണ് ക്രിട്ടിക്കൽ സ്ട്രെസ് വരിക, അതായത് മാക്സിമം വാല്യൂ സ്ട്രെസ് വരിക. ഓക്കെ, അപ്പോൾ ഗേറ്റ് പോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെയാണ് ഇതിനകത്ത് എന്തായാലും ക്വസ്റ്റ്യൻ വരും. നമുക്ക് വേണമെങ്കിൽ ഇത് എഡ്ജിലെയും ഇവിടത്തെയൊക്കെ സ്ട്രെസ് തന്നിട്ട് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ക്രിട്ടിക്കൽ സ്ട്രെസ് അറ്റ് എഡ്ജ് എത്ര, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്ട്രെസ് എത്ര, ഒത്തിരി സ്ട്രെസ്സൊക്കെ ഒത്തിരി വാല്യൂസ് ഒക്കെ തന്നിട്ട് നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലത്തെ നോക്കി, ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സ്ട്രെസ്സസ് ആയിരിക്കും എന്തുണ്ടാക്കുക? ക്രിട്ടിക്കൽ സ്ട്രെസ് ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞു വാർപ്പിംഗ് സ്ട്രെസ് ഉണ്ട്, ഫ്രിക്ഷണൽ സ്ട്രെസ് ഉണ്ട്, എഡ്ജിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സുകളുണ്ട്, അല്ലെങ്കിൽ കോർണറിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സുകളുണ്ട്. ഇവരുടെ കോമ്പിനേഷൻ ആയിരിക്കും എന്താവുക? ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടാക്കുക. അപ്പം സമ്മറിലെ ഒരു മിഡ് ഡേ, അതായത് സമ്മറിലെ ഒരു ഉച്ച സമയം, സമ്മർ മിഡ് ഡേ എന്ന് പറയുമ്പം സമ്മർ മിഡ് ഡേയിൽ എന്തായിരിക്കും? നല്ല ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ? അപ്പം എഡ്ജിലെ ക്രിട്ടിക്കൽ സ്ട്രെസ് അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് എഡ്ജിലെ സ്ട്രെസ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് എഡ്ജ് കൂട്ടുക, എന്നിട്ട് ഫ്രിക്ഷണൽ സ്ട്രെസ് കുറയ്ക്കണം. ഓക്കെ, എന്താണ്? എഡ്ജിലെ സ്ട്രെസ്സിൻ്റെ കൂടെ വാർപ്പിംഗ് സ്ട്രെസ് കൂട്ടി ഫ്രിക്ഷണൽ സ്ട്രെസ് കുറയ്ക്കണം. ആ സമ്മർ മിഡ് ഡേ പോലെ തന്നെ എഡ്ജിൽ വിൻ്റർ മിഡ് ഡേ വരുമ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? എഡ്ജിലെ സ്ട്രെസ്സിൻ്റെ കൂടെ വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് എഡ്ജ് കൂട്ടിയിട്ട് ഫ്രിക്ഷണൽ സ്ട്രെസ്സോടെ നമ്മൾ കൂട്ടേണ്ടി വരും. ഫ്രിക്ഷൻ എപ്പോഴും ഓപ്പോസിറ്റ് അല്ലേ? എലോങ്ങേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഫ്രിക്ഷൻ്റെ സൈൻ മാറുന്നത്. ഓക്കെ, ഇനി വിൻ്റർ മിഡ് നൈറ്റ്, വിൻ്ററിലെ നൈറ്റിൽ കോർണറിലെ ക്രിട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് കോർണറിലെ സ്ട്രെസ്സിൻ്റെ കൂടെ നമ്മൾ കോർണറിലെ വാർപ്പിംഗ് സ്ട്രെസ് ആഡ് ചെയ്യണം. അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഓർത്തോണം. സമ്മർ മിഡ് ഡേ, പിന്നെ വിൻ്റർ മിഡ് ഡേ, പിന്നെ വിൻ്റർ മിഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എഡ്ജിനത്തെ സ്ട്രെസ്സ്, വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് എഡ്ജ് കൂട്ടുക, ഫ്രിക്ഷൻ കുറയ്ക്കുക. ഇതിന് അടുത്തത് വരുമ്പോഴോ എഡ്ജ് കൂട്ടുക, വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് എഡ്ജ് കൂട്ടുക, ഫ്രിക്ഷൻ കൂട്ടുക. അടുത്തത് കോർണറിലെ സ്ട്രെസ് എടുക്കുക, അതിൻ്റെ കൂടെ വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് കോർണർ കൂട്ടുക. ഓക്കെ, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചിരുന്നാൽ മതി കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ ടേബിളായിട്ടൊക്കെ എഴുതിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അത് ക്ലിയർ ആവുമേ. ഓക്കെ, ഇനി അടുത്തത് ജോയിൻസ് ഇൻ റിജിഡ് പേയ്മെൻറ്റ്. നമ്മൾ ജോയിൻസ് കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ വലിയ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോഴത്തേനും കോൺക്രീറ്റ് റോഡുകളൊക്കെയാണ്, ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇതുപോലൊരു പോർഷൻ കാണും. അതിൽ കൂടെ കയറുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയ ജെർക്ക് വരും, പിന്നെ അടുത്തയിലോട്ട് കയറും. അങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് കൊടുത്തൊക്കെ എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് ജോയിൻസ് ഇൻ റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻസ് ഇൻ റിജിഡ് പേയ്മെൻറ്റ് നമുക്ക് പറയുന്ന ഒരു ഫസ്റ്റ് ജോയിൻ്റാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ്. എക്സ്പാൻഷൻ ജോയിൻ്റെ പേര് തന്നെ ഉണ്ട്. എന്താണ്? ഇറ്റ് അലൗസ് എക്സ്പാൻഷൻ, അലൗ ദ എക്സ്പാൻഷൻ ഓഫ് പേയ്മെൻറ്റ് ഡ്യൂ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു കൺസ്ട്രക്ഷൻ ടെമ്പറേച്ചർ. അപ്പോൾ എൻ്റെ ഈ പേയ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്തത് ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. എൻ്റെ ടെമ്പറേച്ചർ കൂടി 37 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇവൻ്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആ എക്സ്പാൻഷനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇവിടെ ഒരു കംപ്രസിബിൾ മെറ്റീരിയൽ കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും?
എലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. എക്സ്പാൻഷൻ ജോയിൻറ്റ് കൊടുക്കുന്നത് എലോങ് ദ ലെങ്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ജോയിൻറ്റിൻ്റെ സ്പേസിങ് കണ്ടുപിടിക്കും. നമ്മുടെ തിക്നെസ് എത്രയാണ്, നമ്മുടെ എക്സ്പാൻഷൻ ജോയിൻ്റ് ഒരു ഗിവൺ തിക്നെസ് ഇപ്പം 2.5 സെൻറ്റിമീറ്റർ കൊടുക്കണമെന്ന് IRC പറയുന്നത്. ആ ഒരു 2.5 സെൻറ്റിമീറ്റർ തിക്നെസ് വരുന്ന പേയ്മെൻറ്റിൽ നമ്മൾ എത്ര സ്പേസിങ്, അതായത് ഈ സ്പേസിങ് എത്ര എന്നായിരിക്കും നമ്മളിതിൽ കണ്ടുപിടിക്കുക, ഡിസൈൻ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി മാക്സിമം സ്പേസിങ് ഓഫ് എക്സ്പാൻഷൻ ജോയിൻറ്റ്, അതായത് നമ്മുടെ എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ തമ്മിലുള്ള മാക്സിമം സ്പേസിങ് IRC പറയുന്ന 140 മീറ്റർ എന്നാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ വരുന്ന എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 140 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പാൻഷൻ ജോയിനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പാൻഷൻ ജോയിൻ്റെ ഫിഗർ ഒക്കെ ഉണ്ട്. ഇനി എക്സ്പാൻഷൻ ജോയിനെ പറ്റിയിട്ട് പറയാം. അപ്പം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്തിനെയൊക്കെ ബേസ് ചെയ്താൽ മാക്സിമം ടെമ്പറേച്ചർ വേരിയേഷൻ എത്ര ഉണ്ടാകാം, നമ്മുടെ ജോയിൻറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ആ വിഡ്ത്തിൽ നമ്മൾ ഡബിൾ ബാർസ് കൊടുക്കണം, അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇതൊക്കെയായിരിക്കും നമ്മൾ എക്സ്പാൻഷൻ ജോയിൻറ്റിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ഇനി അടുത്തത് ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ ജോയിൻറ്റ് അല്ലെങ്കിൽ സ്ലാബ് ലെങ്ത്, മാക്സിമം എക്സ്പാൻഷൻ, അതായത് ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ ജോയിൻറ്റ് LE എന്ന് പറയുന്നത്, അത് നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷനായിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് സ്ട്രെസ്സിൻ്റെ ഒക്കെ ഡെൽറ്റയുടെ ഒരു ഇക്വേഷൻ L ആൽഫ T എന്ന് പഠിക്കുന്ന ഓർക്കുന്നുണ്ടോ, തെർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനായിട്ട് വേറെ ഒരു കണക്ഷൻ ഉണ്ട്. L ആൽഫ ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറയുന്നതായിരിക്കും ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം എക്സ്പാൻഷൻ ഇൻ സ്ലാബ് ലെങ്ത് LE. എൻ്റെ സ്ലാബ് ലെങ്ത് LE ആണ്, അതിനകത്തുണ്ടാകുന്ന മാക്സിമം എക്സ്പാൻഷനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് ഓഫ് ആക്ച്വൽ ഗ്യാപ്പ് പ്രൊവൈഡ് ആയിരിക്കും. അപ്പോൾ ഇവനുണ്ടാകുന്ന ആക്ച്വൽ ഗ്യാപ്പ് എത്രയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഹാഫേ മാക്സിമം എക്സ്പാൻഷൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്താ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ പ്രോബ്ലം വരുമ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആവേ. LE എന്ന് പറയുന്നത് ഡെൽറ്റ ഡിവൈഡ് ബൈ L ആൽഫ T എന്ന് വരും. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഹാഫ് ഓഫ് ദ ആക്ച്വൽ ഗ്യാപ്പ് പ്രൊവൈഡഡ് അല്ലെങ്കിൽ മാക്സിമം എക്സ്പാൻഷൻ ഇൻ സ്ലാബ് ലെങ്ത് എന്നൊക്കെ പറയാം. ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ, അതായത് ഈ ഒരു എക്സ്പാൻഷൻ ജോയിൻറ്റിൽ നമ്മൾ മാസ്റ്റിക് പാർട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് മാസ്റ്റിക് പാർട്സ് ആർ യൂസ്ഡ് അറ്റ് ദ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ആസ് ഫില്ലർ മെറ്റീരിയൽ so that they can compress by 50% during expansion of pavement. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മാസ്റ്റിക് പാർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇവന് 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, 5 സെൻറ്റിമീറ്റർ ആയിട്ട് അവൻ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മാക്സിമം എക്സ്പാൻഷൻ സ്ലാബ് ലെങ്ത് LE ആണ്, അതെന്ന് പറയുന്നത് ആക്ച്വൽ ഗ്യാപ്പിൻ്റെ ഹാഫാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, മാസ്റ്റിക് പാർട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മാസ്റ്റിക് പാർട്സിന് 50% കംപ്രസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അടുത്തത് കൺട്രാക്ഷൻ ജോയിൻറ്റ്. എക്സ്പാൻഷൻ ജോയിൻറ്റ് പോലെ തന്നെ വരുന്നതാണ് കൺട്രാക്ഷൻ ജോയിൻറ്റ്. അപ്പം കൺട്രാക്ഷൻ ജോയിൻറ്റ് എന്തിനാണ് കൊടുക്കുന്നത്, അലോ ദ കൺട്രാക്ഷൻ ഓഫ് സ്ലാബ് ഡ്യൂ ടു ഫോൾ ഇൻ ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേനും സ്ലാബിന് കൺട്രാക്ഷൻ ഉണ്ടാക്കും. അതിന് അലോ ചെയ്യാൻ വേണ്ടിയാണ് കൺട്രാക്ഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ജോയിൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇപ്പോൾ ഒരു കോൾഡ് കൺട്രി 0 ഡിഗ്രി സെൽഷ്യസ് വരെ പോവുമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, അതിൽ നമ്മളൊരു കൺട്രാക്ഷൻ ജോയിൻറ്റ് കൊടുക്കണം. ഓക്കെ, മൂവ്മെൻറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ സബ്ഗ്രേഡ് ഫ്രിക്ഷൻ. അപ്പോൾ ഇതിനൊരു കൺട്രാക്ഷൻ ഉണ്ടാവുന്നു. ഇപ്പോൾ എൻ്റെ ഒരു സ്ലാബ് കൺട്രാക്ട് ചെയ്യുന്നു, രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത് വരിക. അപ്പോൾ അവനൊരു കൺട്രാക്ഷൻ ഉണ്ടാകുമ്പം അതിനെ ആര് റെസിസ്റ്റ് ചെയ്യും, ഈ ഒരു സ്ലാബിന് കൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അടിയിൽ എന്തുണ്ടാവും, ഇവൻ്റെ അടിയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഫ്രിക്ഷൻ, സബ്ഗ്രേഡിൻ്റെ ഫ്രിക്ഷൻ ഇതിനെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ഡിസൈനിനകത്ത് ലെങ്ത് ഓഫ് സ്ലാബൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ലെങ്ത് ഓഫ് സ്ലാബൊക്കെ നമുക്ക് വേണം. അപ്പം എന്താ, PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് സ്ലാബാണ്, റീൻഫോഴ്സ്മെൻറ്റ് ഇല്ലാത്ത സ്ലാബ് ആണെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അപ് ടു L/2 എന്ന് പറയുന്നതാണ് അലവബിൾ ടെൻഷൻ ഇൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ അതുപോലെ ഇക്വേറ്റ് ചെയ്തത് ഗാമ C ഇൻറ്റു ബ്രെഡ്ത്ത് B ഇൻറ്റു ലെങ്ത് L/2 ഇൻറ്റു ഹൈറ്റ് H വോളിയമായി, ഗാമ C ഇൻറ്റു വോളിയം എന്നുള്ള ടേമായി, അത് ഇൻറ്റു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ C ഇൻറ്റു H ഇൻറ്റു B ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് സിഗ്മ C എന്ന് പറയുമ്പോൾ എന്താ, ആ കൺട്രാക്ഷൻ ഉണ്ടാകുന്ന സ്ട്രെസ്സ്. ഓക്കെ, അലവബിൾ സ്ട്രെസ് ഇൻ ടെൻഷനിലും കംപ്രഷനിലും സ്റ്റീൽ ഒരുപോലെ ആക്ട് ചെയ്യുന്നതാണ് അലവബിൾ സ്ട്രെസ് ഇൻ ടെൻഷൻ ഇൻ സിമെൻറ്റ് കോൺക്രീറ്റ് തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്തു, ഫ്രിക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് കിട്ടും, B ക്യാൻസലായി, H ക്യാൻസലായി. അപ്പോൾ നമുക്ക് LC അല്ലെങ്കിൽ LC എന്ന് പറയുന്നത് LC എന്ന് പറയുന്നത് 2 സിഗ്മ C ഡിവൈഡഡ് ബൈ ഗാമ C F എന്ന് കിട്ടും.
ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ലെങ്ത് ഓഫ് കൺട്രാക്ഷൻ ജോയിൻറ്റ് ഈ ഇക്വേഷനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ സിമ്പിൾ ഇക്വേഷനാണ്, ഇക്വേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ടേംസ് ഒക്കെ എന്താ? എൽ സി എന്ന് പറയുമ്പോൾ എന്താ? സ്ലാബ് ലെങ്ത് അല്ലെങ്കിൽ സ്പേസിങ് ഓഫ് കൺട്രാക്ഷൻ ജോയിൻ്റ് ആണ് നമ്മൾ എന്തെടുക്കുക? എൽ സി ആയിട്ട് എടുക്കുക. ഒരു കൺട്രാക്ഷൻ ജോയിൻ്റ് കഴിഞ്ഞാൽ അടുത്ത കൺട്രാക്ഷൻ ജോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അത് തന്നെയായിരിക്കും നമ്മുടെ സ്ലാബിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എച്ച് എന്ന് പറഞ്ഞാൽ സ്ലാബ് തിക്നെസ് ആണ്. എഫ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, IRC പറയുന്നത്. ഗാമ സി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. സിഗ്മ സി എന്ന് പറയുമ്പോൾ അലോവബിൾ സ്ട്രെസ് ഇൻ ടെൻഷൻ ആണ്. ഓക്കെ, ഇൻ സിമെന്റ് കോൺക്രീറ്റ്. ഓക്കെ, അടുത്തത് കൺട്രാക്ഷൻ ജോയിന്റ് RCCയിലാണ് വരുന്നതെങ്കിൽ, ഫോർ RCC റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിൽ അസ്യൂം ദാറ്റ് ഓൾ ദ ടെൻസൈൽ സ്ട്രെസ്സസ് ആർ ടേക്കൺ ബൈ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് അലോൺ. അപ്പോൾ ഈ കൺട്രാക്ഷൻ ജോയിന്റ് വരുമ്പോൾ അല്ലെങ്കിൽ കൺട്രാക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ടെൻസൈൽ സ്ട്രെസ്സുകളെ എല്ലാം എടുക്കുന്നത് ആരാണ്? സ്റ്റീലാണ്. അവിടെ കൊടുത്തേക്കുന്ന സ്റ്റീലാണ്. കോൺക്രീറ്റിന് അവിടെ റോളൊന്നുമില്ല. ഇഫ് ദ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആർ യൂസ്ഡ് അറ്റ് ദ ജോയിൻസ്, ഇറ്റ്സ് മാക്സിമം സ്പേസിംഗ് ഈസ് 4.5 മീറ്റർ ആസ് പെർ IRC. അപ്പോൾ ഞാൻ എൻ്റെ ജോയിൻറ്റിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മാക്സിമം സ്പേസിങ്, അതായത് മാക്സിമം 4.5 മീറ്റർ വരെ കൊടുക്കാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ എൽ സി കണ്ടുപിടിച്ചില്ലേ, അതുപോലെ RCC വരുമ്പോൾ എൽ സി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗാമ സി, നമ്മുടെ നേരത്തെ ഇക്വേഷൻ ഗാമ സി ഇൻറ്റു ബി ഇൻറ്റു LC/2 ഇൻറ്റു എച്ച് വോളിയം ഇൻറ്റു ഗാമ സി ഇൻറ്റു എഫ് എന്ന് വന്നു, ഫ്രിക്ഷൻ്റെ എഫക്റ്റ് വന്നു. അതെന്ന് പറയുന്നത് ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്ന സ്റ്റീലാണ്, അതുകൊണ്ട് സ്റ്റീലിൻ്റെ സ്ട്രെസ്സ് ആ സ്റ്റീലിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഇതൊക്കെ ഈ എൽ സി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എൽ സിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? 2 സിഗ്മ എസ് AS ഡിവൈഡഡ് ബൈ BH എഫ് ഗാമ സി അല്ലെ ഗാമ സി എഫ്. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് AS എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ പെർ എൻറ്റയർ വിഡ്ത്ത്. അപ്പം നമ്മൾ ഒരു എൻറ്റയർ വിഡ്ത്തിൽ എത്ര ഏരിയ സ്റ്റീൽ കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് സിഗ്മ എസ് എന്താ? അലവബിൾ സ്ട്രെസ് ഇൻ ടെൻഷൻ ഇൻ സ്റ്റീൽ. സ്റ്റീലിൽ വരുന്ന അലവബിൾ സ്ട്രെസ് ആണ് സിഗ്മ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻസ് എഴുതാൻ എളുപ്പമാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂണൽ ജോയിൻറ്റ്. ലോഞ്ചിറ്റ്യൂണൽ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ എലോങ് ദ ലെങ്ത് ഇങ്ങനെ കൊടുക്കുന്ന ജോയിൻസിനാണ് ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസ്. നമുക്ക് നല്ല വലിയ ഇപ്പോൾ 4 ലൈൻ 5 ലൈൻ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസ് കൊടുക്കേണ്ടി വരും. റിക്വയർഡ് ഈ പെർമനൻറ്റ് വിഡ്ത്ത് ഈസ് മോർ ദാൻ 4.5 മീറ്റർ. അപ്പോൾ എൻ്റെ ഈ പെർമനൻറ്റിൻ്റെ വിഡ്ത്ത് 4.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു ജോയിൻറ്റ് കൊടുത്തിട്ട് വേണം അടുത്ത സെക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനിയും ഇവിടെ നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂണൽ ജോയിൻറ്റിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന ബാറിന് പറയുന്ന പേരാണ് എന്ത്? ടൈ ബാർ. ടൈ ബാർസ് ആർ പ്രൊവൈഡഡ് അക്രോസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്ന ഫറ്റീഗ് ബിഹേവിയർ ഓഫ് സിമെന്റ് കോൺക്രീറ്റിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ലോഡ്സ് വന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമുക്ക് എന്തുണ്ടാകും? ഫറ്റീഗ് ഉണ്ടാകും. നമ്മൾ ക്ഷീണിക്കാന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലെക്ചറൽ സ്ട്രെസ്സസ് ബൈ ട്രാഫിക് ലോഡ്. വലിയ ലോഡല്ലേ, നല്ല തടിവണ്ടി പോകും, ഒത്തിരി എന്താണ് ഇപ്പം റോഡ് റോളർ പോകാം, ഇതെല്ലാം നമ്മുടെ റോഡിൽ കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ എന്താ? ഇവന് ഫ്ലെക്ചർ ഉണ്ടാകും. ഈ റിപ്പീറ്റഡ് ആയിട്ട് ഫ്ലെക്ചർ ഉണ്ടാകുന്നു. അപ്പോൾ എന്താ? പ്രോഗ്രസീവായിട്ട് ഇവനൊരു ഫറ്റീഗ് ഡാമേജ്, ഒരു പോലെ ഒരു ഡാമേജ് ഉണ്ടാവും. ടേക്സ് പ്ലേസ് ഇൻ സിമെന്റ് കോൺക്രീറ്റ് സ്ലാബ് ഇൻ ദ ഫോം ഓഫ് ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോ ക്രാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഫ്ലെക്ചർ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്? മൈക്രോ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും നമ്മുടെ ഇതിൽ. ഓക്കെ, അവിടെ വരുന്നൊരു ടേമാണ് സ്ട്രെസ് റേഷ്യോ. സ്ട്രെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്ചറൽ സ്ട്രെസ് ഡ്യൂ ടു ലോഡ്, എൻ്റെ ലോഡ് കാരണം എനിക്കുണ്ടാകുന്ന ഫ്ലെക്ചറൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. എൻ്റെ കോൺക്രീറ്റിന് എത്ര ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഉണ്ട്, അപ്പോൾ ലോഡ് എത്ര വരുന്നു അവൻ എത്ര താങ്ങാൻ പറ്റും, അതാണ് സ്ട്രെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫറ്റീഗ് ലൈഫ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല, പക്ഷേ ഫറ്റീഗ് ലൈഫ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഓക്കെ, ഫറ്റീഗ് ലൈഫ് നമ്മൾ സ്ട്രെസ് റേഷ്യോനനുസരിച്ചിട്ട്, സ്ട്രെസ് റേഷ്യോ ആണ് SR എന്ന് പറയുന്നത്, ഈ സ്ട്രെസ് റേഷ്യോനനുസരിച്ചിട്ടാണ് ഈ ഫറ്റീഗ് ലൈഫ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫറ്റീഗ് ലൈഫ് അല്ലെങ്കിൽ സ്ട്രെസ് റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 0.45 ആണ്. ഓക്കെ, അതായത് ഫ്ലെക്ചറൽ സ്ട്രെസ് ഡ്യൂ ടു ലോഡ് കുറവാണ്, ലോഡ് കാരണം ഉണ്ടാകുന്ന കുറവാണ്, ഫ്ലെക്ചറൽ സ്ട്രെങ്ത് കൂടുതലാണ്. അങ്ങനെ ഒരു കേസിലാണ് 0.45 താഴെ വരിക. അങ്ങനെ വരുമ്പോൾ ഫറ്റീഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, ഒത്തിരി നാളെ അതിന് ലൈഫുണ്ട്. ഓക്കെ, ഇനി സ്ട്രെസ് റേഷ്യോ 0.55നും 0.45നും ഇടയിൽ വരുവാണെങ്കിൽ നമ്മുടെ ഫറ്റീഗ് ലൈഫിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും: 4.2577 ഡിവൈഡഡ് ബൈ സ്ട്രെസ് റേഷ്യോ മൈനസ് 0.4325 ദ ഹോൾ റേസ് 3.268. ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, ഇതിനകത്ത് സ്ട്രെസ് റേഷ്യോ അനുസരിച്ചിട്ടാണ് വരുന്നതെന്ന് മാത്രം ഓർത്താൽ മതി.
ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ഒരു പോയിന്റിനിടയിലാണ് സ്ട്രെസ് റേഷ്യോ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ഇനി അടുത്തത് 0.55 കൂടുതലാണ് സ്ട്രെസ് റേഷ്യോ ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 0.9718 മൈനസ് സ്ട്രെസ് റേഷ്യോ ഡിവൈഡഡ് ബൈ 0.0828 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് കാണാൻ പഠിക്കൊന്നും വേണ്ട. പിന്നെ സ്ട്രെസ് റേഷ്യോ എന്താണെന്ന് വേണമെങ്കിലും ഒന്ന് നോക്കി വെച്ചോ. വേണമെങ്കിൽ 2 വാല്യൂ തന്നിട്ട് സ്ട്രെസ് റേഷ്യോ എങ്ങനെയാണെന്ന് എത്ര ആണെന്നൊക്കെ വേണേൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഫറ്റീഗ് ലൈഫ് കൺസ്യൂംഡ്, അതായത് എത്ര ഫറ്റീഗ് ലൈഫ് കൺസ്യൂം ചെയ്തു അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഫറ്റീഗ് ലൈഫ് കൺസ്യൂംഡിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഫറ്റീഗ് ലൈഫ് കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പെക്റ്റഡ് റെപ്പറ്റീഷൻ ഓഫ് ആക്സിൽ ലോഡ്. ഇപ്പോൾ എനിക്കൊരു ആക്സിൽ ലോഡ് ഉണ്ട്, ഒരു 4000 കിലോന്യൂട്ടൺ ആക്സിൽ ലോഡ് ഉണ്ട്. അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യും, അതേ ഡിവൈഡ് ബൈ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച എൻ്റെ ഫറ്റീഗ് ലൈഫ്. ഓക്കെ, അപ്പോൾ എത്ര എക്സ്പെക്റ്റഡ് റെപ്പറ്റീഷൻ ഓഫ് ആക്സിൽ ലോഡ്, നമ്മൾ എത്ര ആക്സിൽ ലോഡിൻ്റെ റെപ്പറ്റീഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഡിവൈഡഡ് ബൈ ഫറ്റീഗ് ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫറ്റീഗ് ലൈഫ് കൺസ്യൂംഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫറ്റീഗ് ലൈഫ് കൺസ്യൂംഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ പെർമനന്റ് സേഫ് ആണ്. ഫറ്റീഗ് ലൈഫ് കൺസ്യൂംഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അത് ഫറ്റീഗിൻ്റെ ആ പീരീഡ് ഒക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റഡ് റെപ്പറ്റേഷൻ ഓഫ് ആക്സിൽ ലോഡ് കൂടി അല്ലേ, ആക്സിൽ ലോഡ് അതിനകത്ത് നമ്മൾ വിചാരിച്ചതിലും കൂടി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ പേയ്മെൻറ്റ് സേഫ് അല്ല, അൺസേഫ് ആണ്. അപ്പം വേണമെങ്കിൽ ചോദിക്കാം ഫറ്റീഗ് ലൈഫ് കൺസ്യൂംഡ് ലെസ് ദാൻ 1 ആണ്, പേയ്മെൻറ്റ് സേഫ് ആണോ അൺസേഫ് ആണോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇനി ഡിസൈൻ ഓഫ് ഡബിൾ ബാർ. അപ്പം നമ്മൾ ഡബിൾ ബാർ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് ലെസ് ദാൻ 15 ഗ്രേറ്റർ ദാൻ 15 സെൻറ്റിമീറ്റർ വരുന്ന സ്ലാബുകളിൽ, നമ്മൾ ലെസ് ദാൻ 15 സെൻറ്റിമീറ്റർ വരുന്ന സ്ലാബുകളിൽ നമ്മൾ ഡബിൾ ബാർ സാധാരണ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പം ഈ ഡബിൾ ബാറിൻ്റെ കൊടുക്കുന്ന ജോയിൻറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ബിയറിംഗ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അതായത് എനിക്കൊരു ബാറുണ്ട്, ആ ബാറിനെ ഞാനൊരു കോൺക്രീറ്റിനകത്ത് എംബഡ് ചെയ്തേക്കുക. അപ്പോൾ ആ കോൺക്രീറ്റ് ഇതിന് കൊടുക്കുന്ന ബിയറിംഗ് കാരണം, ഈ കോണ്ടാക്ട് ഏരിയയും തമ്മിൽ ആ കോണ്ടാക്ട് വരുന്ന കാരണമുള്ള ബിയറിംഗ് കാരണമാണ് അവിടെ എന്താണ് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് ആ ജോയിൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ബിയറിംഗ് സ്ട്രെസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് ഡബിൾ ബാറിൻ്റെ ഒരു ഇക്വേഷനാണിത്. KPT/4βEA × 2 + βIZ. അതിനകത്ത് ബീറ്റ എന്ന് പറയുന്നത് KB ഡിവൈഡഡ് ബൈ 4EA ദ ഹോൾ റേസ് ടു 1/4 എന്ന്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് കുറച്ച് ടേംസ് വരുന്നുണ്ടല്ലേ, അത് പറഞ്ഞുതരാവേ. ഇതിൽ വരുന്ന ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഓഫ് ബാർ എംബഡ് ഇൻ കോൺക്രീറ്റ്. എൻ്റെ കോൺക്രീറ്റിൽ എംബഡ് ചെയ്തേക്കുന്ന ബാറിൻ്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡബിൾ ബാറിൻ്റെ ഡയമീറ്റർ ആണ്. പിന്നെ അടുത്തത് ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ജോയിൻറ്റിന് എത്ര വിഡ്ത്ത് ഉണ്ടെന്നുള്ളതാണ്. PT എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എത്ര ഡബിൾ ബാർ എത്ര ലോഡ് ട്രാൻസ്ഫർ ചെയ്യും, അറൗണ്ട് 40% എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എത്ര ലോഡ് ടോട്ടൽ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ്. B എന്ന് പറയുമ്പോൾ ഡബിളിൻ്റെ ഡയമീറ്റർ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, സെൻറ്റിമീറ്ററിലാണ്. ഇനി E എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡബിൾ ആണ്, അത് ഗ്രാം/സെൻറ്റിമീറ്റർ²ലാണ് ഈ ഇക്വേഷനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡബിൾ ആണ്, അത് cm/4 പറയുന്നത്, I എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് K എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡബിൾ കോൺക്രീറ്റ് ഇൻട്രാക്ഷൻ ആണ്, അതായത് കോൺക്രീറ്റ് ഡബിൾ ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു മോഡുലസ് ആണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് അത്രയും വേണ്ടി വരത്തില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇതൊന്നും. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ വരാം ഇതിനകത്തൊന്നും.
ഓക്കെ, ഇനി അലവബിൾ ബിയറിംഗ് സ്ട്രെസ്, ആ കോൺക്രീറ്റിൽ നമുക്ക് ബിയറിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ അലവബിൾ ബിയറിംഗ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ബി എന്ന് പറയുന്നത് 10.16 മൈനസ് ബി ഇൻറ്റു എഫ് സി കെ ബൈ 9.25. അപ്പം ഇതിനെ ഈ അലവബിൾ ബിയറിംഗ് സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എഫ് സി കെയും ബാറിൻ്റെ ഡയമീറ്റർ ബിയും ആണ്. ഓക്കെ, ഡയൽ ബാർസ് അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഫ്രം ദ പോയിന്റ് ഓഫ് ലോഡ് ആപ്ലിക്കേഷൻ ആർ എഫക്റ്റീവ് ഇൻ ലോഡ് ട്രാൻസ്ഫർ. അപ്പം അതായത് ഒരു ഡിസ്റ്റൻസ്, അതായത് എത്ര വരെ? ആ റിലേറ്റീവ് സ്റ്റിഫ്നെസ് വരെ, അതായത് ഒരു റിലേറ്റീവ് സ്റ്റിഫ്നെസ്സിൻ്റെ ആ ഡിസ്റ്റൻസ് വരെ എന്താ നമ്മുടെ പോയിന്റ് ഓഫ് ലോഡ് ആപ്ലിക്കേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതായത് എനിക്കൊരു പോയിന്റ് ഓഫ് ലോഡ് ആപ്ലിക്കേഷൻ എന്നുണ്ട്, അവിടുന്ന് എൻ്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഡിസ്റ്റൻസ് വരെ നമ്മുടെ എന്തായിരിക്കും? അത്രയും പോയിന്റ്, അത്രയും ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താ? ലോഡ് ട്രാൻസ്ഫറിന് എഫക്റ്റീവ് ആയിട്ട് ഇരിക്കും. ഓക്കെ, മിനിമം ലെങ്ത് ഓഫ് ഡബൽ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൽ ഡി പ്ലസ് ഡെൽറ്റ ആണ്. എൽ ഡി എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് പ്ലസ് ഡെൽറ്റ ആണ് മിനിമം ലെങ്ത് ഓഫ് ഡബൽ ആയിട്ട് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും നമ്മൾ ടൈ ബാറിനെ പറ്റി പറഞ്ഞല്ലേ, ഇനിയും ഡിസൈൻ ഓഫ് ടൈ ബാറിനാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ടൈ ബാർസ് എവിടെ നമ്മൾ യൂസ് ചെയ്യുക? സാധാരണ നമ്മൾ യൂസ്ഡ് ഇൻ ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസിലാണ്, എലോങ് ദ ലെങ്ത് വരുന്ന ജോയിൻസ്, ലോഞ്ചിറ്റ്യൂണൽ ജോയിൻസിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയും ഇറ്റ് എൻഷുർ ടു അഡ്ജസ്റ്റൻ്റ് സ്ലാബ്സ് റിമെയിൻ ഫേംലി ടുഗദർ. അപ്പം ഞാൻ ഈ ടൈ ബാർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് സ്ലാബും നമ്മൾ നല്ല ഫേം ആയിട്ട് ഇരിക്കും, അത് അങ്ങനൊന്നും പോകത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻഡ് ആസ് ലോഡ് ട്രാൻസ്ഫർ ഡിവൈസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫേം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ലോഡ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. ഡബൽ ആണെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു, ടൈ ആണെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഓക്കെ, ഇനിയും ലോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇത് ടൈ ബാർ കൊടുത്താലും അഗ്രിഗേറ്റ് ഇൻ്റർലോക്കിംഗ് വഴിയായിരിക്കും ഇതുപോലുള്ള സ്ലാബിൽ ലോഡ് ട്രാൻസ്ഫർ ഉണ്ടാവുക. ഓക്കെ, ഇനി ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ടെൻസൈൽ സ്ട്രെസ്സസ് ഇൻഡ്യൂസ് ഡ്യൂ ടു ബോട്ടം ഫ്രിക്ഷൻ. ഇനി ഇവന് വേറൊരു കാര്യം എന്ത് ചെയ്യണം? കൗണ്ടറാക്ട് ചെയ്യണം. എന്താ? ടെൻസൈൽ സ്ട്രെസ്സസ് ഇൻഡ്യൂസ് ഡ്യൂ ടു ബോട്ടം ഫ്രിക്ഷൻ. ഇപ്പോൾ എക്സ്പാൻഷനും കൺട്രാക്ഷനും ഒക്കെ കാരണം ബോട്ടത്തിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ, ആ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്സുകളെ പക്ഷേ ഇവൻ റെസിസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവൻ ലോഡൊന്നും ക്യാരി ചെയ്യുന്നില്ലെങ്കിലും ഈ ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം ഇവനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി നമ്മുടെ ടൈ ബാറിൻ്റെ ഡയമീറ്റർ ആൻഡ് സ്പേസിങ്. ഓക്കെ, ടൈ ബാറിൻ്റെ ഡയമീറ്റർ ആൻഡ് സ്പേസിങ് ഇപ്പോൾ ഒരു 1 മീറ്റർ ലെങ്ത് ജോയിൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ എത്ര ഏരിയ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് എ എസ് എന്ന് പറയുന്നത്. ബി ഇൻറ്റു എച്ച് ഇൻറ്റു എഫ് ഇൻറ്റു ടി ഇൻറ്റു എച്ച് ഇൻറ്റു എഫ് ഇൻറ്റു ഗാമ സി ഡിവൈഡഡ് ബൈ സിഗ്മ എസ് എന്നാണ് വരുന്നത്. ഓക്കെ, അല്ലെ സിഗ്മ എസ് എ എസ് എന്ന് പറയുന്നത് എന്താ? ഗാമ സി ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഇൻറ്റു എഫ്. നമ്മുടെ ഇവിടെ ലെങ്ത് 1 മീറ്റർ ആയതുകൊണ്ട് ആ 1 ആണ് ഇവിടെ വന്നത്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എ എസ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മീറ്റർ ലെങ്ത് ആണ്. ബി എന്ന് പറയുമ്പോൾ എൻ്റെ ലൈനിൻ്റെ വിഡ്ത്ത്, ഒരു ലൈനിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ എസ് എന്ന് പറയുമ്പോൾ എന്താ? അലവബിൾ വർക്കിംഗ് സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീലാണ്, അത് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. നമ്മൾ സാധാരണ ഈ ടൈ ബാറായിട്ട് യൂസ് ചെയ്യുന്ന ബാറുകൾ അറൗണ്ട് 18 to 15 mm ഡയാറുള്ള ബാർസ് ആയിരിക്കും നമ്മൾ ടൈ ബാർസ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ലെങ്ത് ഓഫ് ദ ടൈ ബാർ, അതായത് ടൈ ബാറിൻ്റെ ലെങ്ത് എത്ര? ഓക്കെ, ട്വൈസ് ദ ലെങ്ത് നീഡഡ് ടു ഡെവലപ്പ് ബോണ്ട് സ്ട്രെസ് ഈക്വൽ ടു വർക്കിംഗ് ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ RCC പഠിച്ചിട്ടുണ്ടല്ലേ. ഡെവലപ്മെൻറ്റ് ലെങ്ത് എൽ ഡി ഇസിക്കൽ ടു 4 ഇൻറ്റു സിഗ്മ എസ് ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു സിഗ്മ എസ് ഡിവൈഡഡ് ബൈ 4 ടോ ബി ഡി എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ എന്താ? ആ ഒരു ബോണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഇക്വേഷൻ്റെ ഡബിൾ, ട്വൈസ് ദ ലെങ്ത് ആയിരിക്കണം നമ്മൾ ലെങ്ത് ഓഫ് ടൈ ബാർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലെങ്ത് ഓഫ് ടൈ ബാറിൻ്റെ ഇക്വേഷൻ നോക്കി, ഡി ഇൻറ്റു സിഗ്മ എ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സിഗ്മ ബി എന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം 2 ഇൻറ്റു എൽ ടി ഇൻറ്റു സിഗ്മ ബി, അതായത് 2 ഇൻറ്റു ലെങ്ത് ട്വൈസ്. ഓക്കെ, നമ്മൾ ട്വൈസ് പറഞ്ഞ് ഇവിടെ അത് വന്നു, അത് ഇൻറ്റു സിഗ്മ ബി എന്ന് പറയുമ്പോൾ പെർമിസിബിൾ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ എ ഇൻറ്റു ഡി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടൈ ബാറിൻ്റെ ഡയമീറ്റർ. സിഗ്മ ബി എന്ന് പറഞ്ഞാൽ എന്താ? പെർമിസിബിൾ ബോണ്ട് സ്ട്രെസ് കോൺക്രീറ്റിൽ വരുന്നത്. അപ്പോൾ ആ സിഗ്മ ബിയുടെ വാല്യൂ ഡിഫോംഡ് ബാർ, അതായത് നമ്മൾ HYSD ബാർസ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, FE 500, FE 415 അതുപോലുള്ള ബാർസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കുറച്ച് കൂടുതലാണ്, 24.6 ആണ് ബോണ്ട് സ്ട്രെസ്. പ്ലെയിൻ ബാർ, അതായത് FI 250 മൈൽഡ് സ്റ്റീൽ റൗണ്ട് ബാർസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ 17.5 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടൈ ബാറിന് കൊടുക്കാവുന്ന മാക്സിമം ഡയമീറ്റർ 20 mm ആണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? എന്തിനാണ് 20 mm കൊടുക്കുന്നത്? ടു അവോയ്ഡ് വാർപ്പിംഗ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രെസ്. അപ്പോൾ വാർപ്പിംഗ് ഒക്കെ ഇതിലുണ്ടാകും, അപ്പോൾ ഇവൻ വാർപ്പ് ചെയ്ത് പോയില്ല, അതുകൊണ്ട് ഒരു 20 mm കൊടുക്കും. പിന്നെ ഇവൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് അറൗണ്ട് 75 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഇൻ സിമെൻറ്റ് കോൺക്രീറ്റ് സ്ലാബ്.
നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കും അല്ലേ സിമെൻറ്റ് കോൺക്രീറ്റ് സ്ലാബിൽ. എന്തിനാ സിമെൻറ്റ് കോൺക്രീറ്റ് സ്ലാബിൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കുന്നത്? ക്രാക്കിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ ക്രാക്സ് ഒക്കെ ഉണ്ടാകും, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രീസ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത്, അതിൻ്റെ ബെൻഡ് ചെയ്യുമ്പോഴുള്ള ആ സ്ട്രെങ്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൂടും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? counteract tensile stresses caused by shrinkage, temperature variation. അപ്പം നമ്മൾ പറഞ്ഞു shrinkage ഉണ്ടാവും അല്ലേ, shrinkage ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം എക്സ്പാൻഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ കൺട്രാക്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് കാരണം ഉണ്ടാകുന്ന കോൺക്രീറ്റിലുണ്ടാവുന്ന ടെൻസൈൽ സ്ട്രെസ്സുകളെ, കോൺക്രീറ്റ് വീക്ക് ഇൻ ടെൻഷൻ അല്ലേ, അത് കാരണം അതിലുണ്ടാകുന്ന കോൺക്രീറ്റിലുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്സുകളെ ആരെടുക്കും? റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കും. ഓക്കെ, അപ്പം മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകുന്ന എവിടെ ആയിരിക്കും? മാക്സിമം ബെൻഡിങ് ഉണ്ടാകുന്നിടത്ത് അല്ലേ. മാക്സിമം ബെൻഡിങ് എവിടെ? മിഡിൽ ഓഫ് ദ സ്ലാബിലുണ്ടാകുന്നത്. അപ്പോൾ ആ മിഡിൽ ഓഫ് ദ സ്ലാബിലായിരിക്കും ആദ്യം എന്തുണ്ടാവുക? ക്രാക്സ് ഉണ്ടാവുക. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് സ്റ്റീൽ ഇൻ സ്ലാബ്, അതായത് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ് LF ഗാമ C ഡിവൈഡഡ് ബൈ 2 സിഗ്മ S. ഓക്കെ, ഇനി അടുത്തത് ഏരിയ ഓഫ് സ്റ്റീൽ. അതിനകത്ത് ഈ AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് റിക്വയർഡ് പെർ മീറ്റർ വിഡ്ത്ത് ഓഫ് ലെങ്ത് ഓഫ് സ്ലാബ്. അതായത് 1 മീറ്റർ വിഡ്ത്തിൽ എത്ര ഏരിയ സ്റ്റീൽ വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് LF ഗാമ C ഡിവൈഡഡ് ബൈ 2 സിഗ്മ S എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, L എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂണൽ ട്രാൻസ്വേഴ്സ് ജോയിൻറ്റ്സ്. F എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആസ് പെർ IRC. ഗാമ C എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്. സിഗ്മ S എന്ന് പറഞ്ഞാൽ അലവബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഓക്കെ, ഈ അലവബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് ജനറലി എടുക്കുന്നത് 1400 kg/cm² ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലും ഇക്വേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ചോദിക്കാം, എന്തിനാ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, പ്രോബ്ലം വരാൻ ചാൻസ് പൊതുവെ കുറവാണ്. എന്ന് വെച്ചാൽ ഡിസൈൻ ആയത് കാരണം നമുക്ക് സിഗ്മ S അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ഡിസൈൻ റിക്വയർമെൻറ്റ് ആസ് പെർ IRC. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം IRC കുറച്ച് റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ RCC പെർമെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്, RCC പെർമെൻറ്റിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ടോപ്പ് ഫേസിൽ മാത്രമായിരിക്കും. ഓക്കെ, അതിന് കൊടുക്കുന്ന എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ കൊടുക്കുന്ന കവറാണ് 50 mm ആണ് കവറായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ്, നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബിൽ 350 kg സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഇത് മാക്സിമം ആയാലോ 425 വരെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം 350ക്കും 425നും ഇടയിൽ ഒരു വാല്യൂ ആയിരിക്കണം നമ്മുടെ സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ്. നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 25 mm ആണ്. ഓക്കെ, ഇനി അടുത്തത് അഗ്രിഗേറ്റ് ഇമ്പാക്റ്റ് വാല്യൂ. നമ്മൾ അഗ്രിഗേറ്റ് ഇമ്പാക്റ്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന പറഞ്ഞില്ലേ, അഗ്രിഗേറ്റ് ഇമ്പാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 30% ഫോർ വിയറിംഗ് കോഴ്സ്, അതായത് സർഫസ് കോഴ്സിൽ അഗ്രിഗേറ്റ് ഇമ്പാക്റ്റ് വാല്യൂ 30% കുറവായിരിക്കുക. അടുത്തത് ഇനി നമ്മൾ ലോസ് ഏഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റ് ചെയ്യും അല്ലേ, അപ്പോൾ അതിനകത്തെ അബ്രാഷൻ വാല്യൂ ലെസ് ദാൻ 35% ആയിരിക്കണം. ഇനി നമ്മുടെ ഈ ഒരു ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 2% ബൈ വെയിറ്റ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 38 to 42 kg/cm² ഇടയിലായിരിക്കണം. ഓക്കെ, ഇനി ഈ എല്ലാ കേസസിലും നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കമ്പൈൻഡ് ആയിട്ട് 3 × 10⁵ kg/cm² ആയിട്ടും പോയ്സൺസ് റേഷ്യോ 0.15 ആയിട്ടും കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ 10 × 10⁻⁻⁶ per°C ആയിട്ടും ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് റിക്വയർഡ്, അതായത് നമ്മൾ ഇതുപോലൊരു ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്ത് കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുമ്പോൾ അറൗണ്ട് M35 അല്ലെങ്കിൽ 35 MPa വരണം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ മിനിമം K എന്ന് പറയുന്നത് വാല്യൂ നിങ്ങൾക്ക് സ്ലൈഡ് കിട്ടുമ്പോൾ അതിലുണ്ടായിരിക്കും. മിനിമം K എന്ന് പറയുന്നത് 6 kg/cm³. K എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ, അത് 6 kg/cm³ ആയിരിക്കും.